ഹലോ, ഞാൻ പ്രീത ചേച്ചി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നെല്ലിക്ക നേരിട്ട് അച്ചാറിടുവല്ല, നമ്മൾ ഉപ്പിലിട്ട നെല്ലിക്ക നമുക്ക് വാങ്ങാൻ കിട്ടില്ലേ, അതുപോലെ തന്നെ ഞങ്ങൾ വിനാഗിരിയിൽ കാന്താരിമുളകും ഒക്കെ ഇട്ട് ഉപ്പിലിട്ടതിന് ശേഷം എന്ന് പറഞ്ഞാൽ അതെടുത്ത് നമുക്ക് ദാഹശമിനിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതിടുന്ന രീതി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നെല്ലിക്ക എടുക്കുക, എന്നിട്ട് അത് നമ്മൾക്ക് വരഞ്ഞു കൊടുക്കുക. വരഞ്ഞു കൊടുത്തിട്ട് ഒരു കുപ്പിക്കകത്തും കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് ശേഷം അതിനകത്തോട്ട് ഇത് ഇടുക, ഉപ്പിടുക, കാന്താരിമുളക് ഇടുക, എന്നിട്ട് നന്നായിട്ട് കുലുക്കി ആ കാന്താരിമുളക് ഒന്ന് പൊട്ടിക്കണം. എന്നിട്ട് അതിലേക്ക് തിളപ്പിച്ചരച്ച വെള്ളം, ഇഞ്ചി ഇട്ട് തിളപ്പിച്ചരച്ച വെള്ളം വേണം. എന്നിട്ട് നമ്മൾ അതിലേക്ക് വിനാഗിരി ഒഴിച്ച് അത് അടച്ചു വെക്കുക. ഒരു 10-20 ദിവസം അവിടെ ഇരിക്കണം കേട്ടോ അത്. അപ്പോൾ ഇടയ്ക്ക് അതിനകത്ത് നമുക്ക് ഓരോന്നെടുത്ത് കഴിക്കാനും കിട്ടും. നല്ല സോഫ്റ്റ് ആട്ടോ. പോരാത്തിന് നമുക്ക് ആ വെള്ളം എടുത്ത്, ഹസ്ബൻഡ് അതിൻ്റെ വെള്ളം എടുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദാഹം വരുമ്പം പച്ചവെള്ളത്തിലേക്ക് കൂട്ടും, എന്നിട്ട് അത് കുടിക്കും. മോരുവെള്ളത്തിലാണെങ്കിൽ മോരുവെള്ളത്തിലെടുത്ത് കൂട്ടും. അങ്ങനെ നല്ലതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അതിനെ എടുത്ത് വേവിക്കുക. വേവിച്ചിട്ട് നമ്മൾ അച്ചാറിടുവാണ്. ഇത് ഒന്ന് തിളപ്പിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച്, നമ്മൾ മുഴുവൻ വെള്ളം എടുക്കില്ല, കാരണം വെള്ളം ഇവിടെ ഹസ്ബൻഡിന് കുടിക്കാൻ വേണം. അതുകൊണ്ട് ഞാൻ അതല്ലാതെ വെള്ളം വേറെ എടുത്ത് നമ്മൾ തിളപ്പിച്ചിട്ട് വേവിക്കും ഒന്നോടെ. വേവിച്ചിട്ട് നമ്മൾ അച്ചാറിടുവാണ്. അതിന് ഉലുവപ്പൊടി വേണം, അച്ചാർപ്പൊടി വേണം, കുറച്ച് അച്ചാർപ്പൊടി ബ്രാഹ്മിൺസിൻ്റെ എടുത്ത്, പിന്നെ മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കൂടെ കൂടി നമ്മൾ ചോപ്പ് ചെയ്തു. അത് നമ്മൾ കടുക് വറുത്ത് അതിനകത്തിട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ മുളക് പൊടിയും ഈ അച്ചാർ പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടുന്നുള്ളൂ. ഇതും ചേർത്ത് നമ്മൾ നന്നായിട്ട് വഴറ്റി ചൂടാക്കി കഴിയുമ്പം ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആ ഊറ്റി വെച്ച വെള്ളം ഉണ്ടല്ലോ നെല്ലിക്കയുടെ, അതെടുത്ത് ഇതിലേക്ക് ഒഴിക്കണം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നിട്ട് ഇതൊന്ന് തിളച്ച് കഴിയുമ്പം ഇത് ഒന്ന് തിളച്ച് പറ്റണം. അച്ചാർ എപ്പോഴും എന്താണെന്ന് ചോദിച്ചാൽ അച്ചാറിനൊരു സിസ്റ്റം ഉണ്ട്. അത് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിലോട്ട് വീണ്ടും ഇടരുത്. അതങ്ങ് തിളച്ച് പറ്റി ഇങ്ങനെ എണ്ണ മുകളിൽ വരണം. അതിനുശേഷമാണ് നമ്മൾ പിന്നെ അടുത്ത വെള്ളം വീണ്ടും ഒഴിക്കുക. എന്നിട്ട് അതിന് വേണം നെല്ലിക്ക, പുഴുങ്ങി വെച്ച നെല്ലിക്ക കുരുവൊക്കെ കളഞ്ഞ് അതിലേക്ക് ഇടുക. എന്നിട്ട് കുറച്ച് നമ്മുടെ ഉലുവാപ്പൊടി ഇടണം. എന്നുവെച്ചാൽ ഉലുവാപ്പൊടി അത്യാവശ്യം, ഉലുവാപ്പൊടി ഇച്ചിരി കായപ്പൊടി എവിടെയോ പോയി കണ്ടില്ല, കാരണം കുറച്ച് സമയമല്ലേ ഉള്ളൂ. അതിൽ ഉൾക്കൊള്ളിച്ച് പറയണമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ആയി പോകണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ആ പാകത്തിനൊക്കെ ഉപ്പ് ചേർക്കുക. കാരണം ഉപ്പ് കുറച്ച് കാണും നന്നായിട്ട്, കാരണം ഉപ്പിലിട്ടതാണല്ലോ. ഒരു 10-25 ദിവസമൊക്കെ കിടന്നു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല ഒരു നെല്ലിക്ക നമ്മൾ പെട്ടെന്ന് ഇടുന്ന നെല്ലിക്കയിൽ എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്നറിയാം. ഇത് നമ്മൾ എന്തോരം വെള്ളം കഴിക്കും. ലാസ്റ്റ് കുറച്ച് വിനാഗിരി ഒഴിച്ച് വെക്കുക. ഞാൻ ഒരു പ്രിസർവേറ്റീവും ചേർക്കാറില്ല കേട്ടോ. ഓവറായിട്ട് എണ്ണ ചേർക്കാറില്ല. നിങ്ങൾ പറഞ്ഞ പോലെ പഴമയുടെ റെസിപ്പി എൻ്റെ കയ്യിൽ നമ്മുടെ ശരീരം കളയാതെയുള്ള കറികളെ ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷെ നമുക്ക് ടേസ്റ്റും ഉണ്ടാവും. എന്നിട്ട് ഇത് ലാസ്റ്റ് വിനാഗിരി ഒഴിക്കുന്നു, നമ്മൾ സെറ്റപ്പാക്കി വെക്കുന്നു. പിന്നെ ആ വെള്ളം കുടിക്കാൻ നല്ല ടേസ്റ്റ് ആവട്ടോ. നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി നല്ല നെല്ലിക്കയുടെ ഗുണങ്ങൾ മുഴുവൻ ആ വെള്ളത്തിലും ഉണ്ട്.